പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ട്യൂമറിലേക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ട്യൂമർ എവിടെയാണ് എന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി ആ ഏരിയക്ക് കംപ്ലീറ്റ് റേഡിയേഷൻ കൊടുക്കും. അപ്പൊ ട്യൂമറിന് ചുറ്റുമുള്ള അവയവത്തിനും കോശങ്ങൾക്കും റേഡിയേഷൻ പോകും. അത് കാരണം പാർശ്വഫലങ്ങൾ വളരെ അധികമായിട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ട്യൂമറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? പാർശ്വഫലങ്ങൾ വളരെ അധികമായിട്ട് കുറയ്ക്കാം. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിംസ് ഹെൽത്ത് ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ്. നമ്മളുടെ ആളുകൾക്ക് ഒരു വളരെയധികം പ്രയോജനകരമാകുന്ന ഒരു വീഡിയോയും ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് റേഡിയോ തെറാപ്പി. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കിംസ് ഹെൽത്ത് തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നത്. ഡോക്ടർ നമുക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടർ പേര് നമ്മുടെ ആൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഡോക്ടർ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഡോക്ടർ ജോൺ സെബാസ്റ്റ്യൻ, കൺസൾട്ടന്റ് ആണ്, റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോ എന്താണ് ഈ ഒരു മെഷീൻ ഒരു പ്രത്യേകത എന്താണ്? ആക്ച്വലി ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. ഓക്കെ, സർജറി, കീമോതെറപ്പി, ഇമ്മ്യൂണോതെറപ്പി ഉൾക്കൊള്ളുന്ന സിസ്റ്റമിക് ട്രീറ്റ്മെന്റ്, പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്. ഈ റേഡിയേഷൻ ചികിത്സ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് 1 നൂറ്റാണ്ടിലേറെയായി. പക്ഷെ നമ്മളിപ്പോ എല്ലാ മേഖലകളിലും കാണുന്നത് പോലെ തന്നെ റേഡിയേഷൻ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് നമുക്ക് ട്യൂമർ ലൊക്കേറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോഴെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CT സ്കാൻ, MRI സ്കാൻ, പിന്നെ ഈ മെഷീൻ ട്രൂബീം STX 3.0 എന്ന് പറയുന്ന ഈ മെഷീൻ, ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ട്യൂമറിനെ വളരെ വ്യക്തമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ലോക്കലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ട്യൂമറിലേക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ട്യൂമർ എവിടെയാണ് എന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി ആ ഏരിയക്ക് കംപ്ലീറ്റ് റേഡിയേഷൻ കൊടുക്കും. അപ്പൊ ട്യൂമറിന് ചുറ്റുമുള്ള അവയവത്തിനും കോശങ്ങൾക്കും റേഡിയേഷൻ പോകും. അത് കാരണം പാർശ്വഫലങ്ങൾ വളരെ അധികമായിട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ട്യൂമറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? പാർശ്വഫലങ്ങൾ വളരെ അധികമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഈ മെഷീൻ എങ്ങനെയാണ് ഡോക്ടറെ ഒരു പേഷ്യന്റിന് റേഡിയേഷൻ സമയത്ത് സഹായകരമാവുന്നത്? എന്താണ് ഈ മെഷീന്റെ പ്രത്യേകത? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗച്ചാണ്. ഈ മേശ പോലത്തെ ഈ പ്രതലത്തിലാണ് കുഷനൊക്കെ വെച്ച് പേഷ്യന്റ് കിടത്തുന്നത്. ഈ കൗച്ചിന് 6 ഡിഗ്രിയിൽ മൂവ് ചെയ്യാൻ സാധിക്കും. 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യാം. ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ സൈഡിലേക്ക് മൂവ് ചെയ്യാം, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാം, അതെ, മേലിലേക്കും താഴേക്കും മൂവ് ചെയ്യാം, അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ചുറ്റും മൂവ് ചെയ്യാം. റൗണ്ട് ആയിട്ട് മൂവ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് താഴേക്ക് ഈ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഈ ഡയറക്ഷനിലും മൂവ് ചെയ്യാം. പേഷ്യന്റ് കിടന്നു കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ബീം വരുമ്പോൾ നമുക്ക് ട്യൂമറിനെ കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷനിലേക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഗാൻട്രി. ഇവിടെ നിന്നാണ് എക്സ്റേ പുറപ്പെടുവിക്കുന്നത്. ഈ എക്സ്റേ ആണ് നമ്മൾ റേഡിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒടിവോ വല്ലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റേയുടെ 1000 മടങ്ങ് ശക്തിയാണ് ഇതിനുണ്ട്. ഹൈ ഡെഫിനിഷൻ MLC മൈക്രോലീഫ് പൊളിമീറ്റർ അതിന്റെ അകത്തുകൂടിയാണ് ഈ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഡെലിവറി ചെയ്യാൻ സാധിക്കും. മൈക്രോ MLCs എന്ന് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായത് വളരെ ആക്യുറേറ്റ് ആയിട്ട് പേഷ്യന്റ് എവിടെയാണോ ക്യാൻസർ ആ പോർഷനിൽ തന്നെ റേഡിയേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ സ്പീഡിൽ കൊടുക്കാനായിട്ട് സാധിക്കും. വേറെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്റേ മെഷീൻ കൂടിയാണ്. അതായത് പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം കറക്റ്റ് പൊസിഷനിലാണോ കിടക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ വശങ്ങളിൽ കാണുന്നത് ഇതൊരു CT സ്കാൻ ആണ്. ഈ CT സ്കാൻ ഈ ട്രൂബീം STX 3.0 മെഷീന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. പേഷ്യന്റ് കിടന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു CT സ്കാൻ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ നോക്കും ഈ ട്യൂമർ ഇവിടെ തന്നെ ആണോ
അങ്ങോട്ട് തന്നെയാണോ ട്രീറ്റ്മെന്റ് പോകാൻ പോകുന്നത്. ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാം. യെസ്. ഒരു സർജനും ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. സർജൻ കണ്ണുകൊണ്ട് കാണുന്നത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളാണ് ടെക്നോളജി വെച്ച് കാണുന്നു. കണ്ണുകളാണ് വളരെ സിമ്പിൾ ആയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നെ. യെസ്. അതിലിപ്പോ ഞാൻ വന്നപ്പോ ഇവിടെ ഒരു ഇത് കണ്ടു. എന്താ ഡോക്ടർ ഇതൊരു പാനലാണ്. നമ്മൾ ഇവിടുന്ന് എക്സ്റേസ് വരുമ്പോഴത്തേക്കിന് ആ ഇമേജ്, ആ പടം കളക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ. നമ്മൾ സാധാരണ എന്ത് എക്സ്റേ എടുത്താലും അവിടുന്ന് ഒരു എക്സ്റേ ബീം ഇങ്ങനെ വരുന്നു, നമ്മുടെ പുറകിലൊരു പാനൽ കാണാം. ശരീരത്തോടെ എക്സ്റേ പാസ് ചെയ്തതിന് ശേഷം ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പാനൽ കാണാം. ഇവിടെ അതാണ് പേഷ്യന്റ് ഇതിന്റെ നടുക്കാണ് കിടക്കുന്നത്. ആ ഇൻഫർമേഷൻ ഇവിടെ കളക്ട് ആവും. ഇതും അത് തന്നെ. CT സ്കാൻ അവിടെ നടക്കുന്നു, ഈ പാനലിലാണ് അത് കളക്ട് ആവുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ അകത്ത് മനസ്സിലാക്കുന്ന ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് വരുംതോറും ഇതിന്റെ ആക്യുറസി ക്ലിയർ ആയിട്ട് ഡോക്ടർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയും എവിടെയാണോ ആ പേഷ്യന്റിന് പ്രോബ്ലം ഉള്ളത് അവിടെ റേഡിയേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ മേ ബി ഒരു ലങ് ക്യാൻസർ ആണെങ്കിൽ റേഡിയേഷൻ ചെയ്താൽ മറ്റു സ്ഥലങ്ങളിലേക്ക് റേഡിയേഷൻ ബാധിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരുന്നു അല്ലെ. ഇപ്പൊ ചെറിയൊരു ലങ് ട്യൂമർ പോലും ആണെങ്കിൽ പോലും നമ്മൾ വലിയൊരു മാർജിൻ ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരുപാട് ഏരിയക്ക് റേഡിയേഷൻ പോകും. ഓൾറെഡി ക്യാൻസർ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ഓൾറെഡി റേഡിയേഷൻ ചെയ്യുന്നുണ്ടാകാം. അവര് നമ്മളുടെ ഈ ഒരു മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും? റേഡിയേഷൻ ഒരു ഇപ്പൊ പറഞ്ഞതിൻ്റെ അകത്ത് വസ്തുതാപരമായിട്ട് കുറച്ച് കറക്ഷൻസ് ഞാൻ പറയാം. നമ്മൾ റേഡിയേഷൻ മോസ്റ്റ്ലി അതൊരു വൺ ടൈം ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഒരു 25-30 സെഷനൊക്കെ ആയിട്ടുള്ള ഒരു വൺ ടൈം ട്രീറ്റ്മെന്റ് ആയിരിക്കും മോസ്റ്റ്ലി. പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ പല സെഷൻസിൽ റേഡിയേഷൻ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ഒരു മിക്കവാറും പേഷ്യൻസിന് 25 സെഷൻ്റെ ട്രീറ്റ്മെന്റ് ഒരു തവണ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വേറെ ഏതൊരു ആശുപത്രിയിൽ വേറൊരു മെഷീൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നവർ അത് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു പേഷ്യന്റിന്റെ മൂവ്മെന്റ് നമുക്ക് ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്യും. ഈ ക്യാമറ വെച്ചാണ് പേഷ്യന്റ് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യുകയും ബീം ഓഫ് ആവുകയും ചെയ്യുന്നത്. അത് മോഷൻ ക്യാമറയാണ്. അതുപോലെ തന്നെ നമുക്കൊരു 9 ക്യാമറകൾ ഇവിടെ കാണാം. 3, 3, 3. ഇത് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് സർഫസ് ഇത് ക്യാപ്ചർ ചെയ്യും റിയൽ ടൈം ആയിട്ട്. ഇത് സർഫസ് ഗൈഡഡ് റേഡിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ റേഡിയേഷൻ മെഷീൻ വെച്ച് നമുക്ക് എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ്, ഇപ്പം അതിന്റെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് IMRT, IGRT, BMAT അല്ലെങ്കിൽ റാപ്പിഡ് ആർക്ക്, സ്റ്റീരിയോടാക്ടിക് ബോഡി റേഡിയോതെറാപ്പി, SRS, SRT, ബ്രെയിനിൻ്റെ അകത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ ട്യൂമറുകൾ പോലും വളരെ ലോക്കലൈസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഹൈപ്പർ ആർക്ക് എന്ന് പറയുന്ന സംവിധാനവും ഈ ട്രൂബീം STX 3.0. ഡോക്ടർ, നമ്മളിപ്പോ നിൽക്കുന്നത് കൺസോളിലാണ് അല്ലെ? ഈ കൺസോളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയായിരിക്കും ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ശൃംഖലകളാണ്. റേഡിയേഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട എല്ലാ പേഷ്യൻസും അവരൊരു പ്ലാനിങ് CT സ്കാൻ എടുക്കും. ആ CT സ്കാനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയക്ക് എത്ര ഡോസ് റേഡിയേഷൻ കൊടുക്കണം, ഏതൊക്കെ ഏരിയക്ക് റേഡിയേഷൻ പോകാൻ പാടില്ല എന്ന്. അതിനുശേഷം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ കമ്പ്യൂട്ടർ ശൃംഖലകൾ. ഇവിടെ നമ്മൾ കാണുന്ന 4 ക്യാമറകൾ പേഷ്യന്റ് എങ്ങനെയാണ് കിടക്കുന്ന, പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ളതാണ്. ഈ 2 കമ്പ്യൂട്ടർ ശൃംഖലകളും ഇതുമാണ് ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എക്സിക്യൂഷന് വേണ്ടിയുള്ളത്. പിന്നെ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത, ഇത് ഇമേജ് വെരിഫിക്കേഷന് വേണ്ടിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ അകത്ത് നിന്ന് ഇതിനകത്ത് ഒരു എക്സ്റേ മെഷീൻ ഉണ്ട്, ഇതിനകത്തൊരു CT മെഷീൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു നമ്മുടെ ഒരു പേഷ്യന്റിന്റെ റേഡിയേഷൻ പ്ലാനിങ്ങിന് വേണ്ടി എടുത്ത ഒരു CT സ്കാനാണ്. ഇതിനകത്ത് ഞാൻ ട്യൂമർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ചുറ്റും വരുന്ന അടുത്തുള്ള ഒരു സ്ട്രക്ചർ റെക്ടം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ശേഷം ഇത് മാർക്ക് ചെയ്ത ആദ്യത്തെ ആ CT പടങ്ങളാണ്. അതിനുശേഷം റേഡിയേഷൻ ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് ഒരു CT സ്കാൻ എടുത്ത് നോക്കുന്നു. CT സ്കാൻ എടുക്കുന്ന വയറിനകത്ത് മുഴുവൻ ഗ്യാസാണ്. ഈ ഗ്യാസ് വന്ന ഈ ട്യൂമറിനെ ഇത്
മുമ്പിലേക്ക് തള്ളിയിരിക്കുകയാണ്. നോക്കൂ, ഫുൾ ഗ്യാസ് ആണ്. ഇപ്പൊ എവിടെ ട്യൂമർ കാണുന്നു ഡോക്ടർ? ട്യൂമർ കാണുന്നത് ഏകദേശം ഈ ഭാഗത്താണ്. ട്യൂമറിനെ ഇതങ്ങ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ആ പേഷ്യന്റിനെ പുറത്തിറക്കി പേഷ്യന്റ് അടുത്ത് മോഷനൊക്കെ പാസ് ചെയ്ത് വരാൻ പറഞ്ഞു. അതിനുശേഷം പേഷ്യന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് നമ്മൾ ആദ്യം ചെയ്ത സ്കാന്, രണ്ടാമത് വന്നപ്പോഴത്തേക്കിനും ആ ഗ്യാസൊക്കെ അങ്ങ് പോയി. അത് നല്ലപോലെ മാച്ചിങ് ആണ്. നേരത്തെ പറഞ്ഞ ആക്യുറസി കറക്റ്റ് ആയിരിക്കും. ഡോക്ടർ, നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വൺ ഓഫ് ദ ടോപ്പ് മെഷീൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ക്യാൻസർ സെന്ററിൽ മറ്റെന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത് ആക്ച്വലി? റേഡിയേഷൻ ഒങ്കോളജിയുടെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിച്ചത്. റേഡിയേഷൻ മാത്രമല്ല ക്യാൻസർ ചികിത്സ വരുന്നത്. റേഡിയേഷൻ മാത്രമല്ല, മെഡിക്കൽ ഒങ്കോളജി, ഹെമറ്റോ ഒങ്കോളജി വിഭാഗമാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, കാർട്ടി സെൽ തെറാപ്പി, അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഒരുപാട് ചികിത്സാ രീതികൾ അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. സർജിക്കൽ ഒങ്കോളജി, ഗൈനക് ഒങ്കോളജി, പീഡിയാട്രിക് ഒങ്കോളജി, അങ്ങനെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കിംസ് ക്യാൻസർ സെന്ററിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാൻസർ ആയിരിക്കും വരാതിരിക്കട്ടെ. എല്ലാവരുടെയും ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പോർഷനാണ് ക്യാൻസർ. അത് വരാതിരിക്കട്ടെ. ഇൻ കേസ് ആരെങ്കിലും അതിലൂടെ കടന്നുപോയി ആരെങ്കിലും ഒരു റേഡിയേഷൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇന്നുള്ളതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി. അത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.